2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ പ്രതികളെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മഹാരാഷ്ട്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, എന്തൊക്കെയാണ് നോട്ടീസിലുള്ളത്? പ്രതികൾ ജയിലിൽ തിരിച്ചു പോകേണ്ടതില്ല എന്നാണ്. അതന്നെ, ബോംബെ ഹൈക്കോടതി ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലായിരിക്കും നടക്കുക. അതേസമയം കഴിഞ്ഞ ദിവസം ജയിൽ മോചിതരായ 12 പ്രതികളും തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ല എന്നുകൂടി ഇപ്പോൾ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരായത്. തുഷാർ മേത്ത തന്നെയാണ് ഇക്കാര്യം കോടതിയോട് പറഞ്ഞത്. തിരികെ പ്രതികളെ ജയിലിലേക്ക് അയക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നില്ല. പകരം ഈ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം. ഈ ഉത്തരവ് മറ്റു മക്കോക്ക കേസുകളുടെ വിധിയെ ബാധിക്കും. അതുകൊണ്ട് നിലവിൽ ഈ കേസ് ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ഇതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു ഇടപെടൽ ആവശ്യമാണെന്നുമായിരുന്നു ഇന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞത്. ഇതനുസരിച്ചാണ് സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യുകയും പ്രതികളെ തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു 2006 ഈ ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 12 പ്രതികളെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. 5 വധശിക്ഷയ്ക്ക് വിധിച്ച 5 ആളുകളും ജീവപര്യന്തത്തിന് വിധിച്ച 7 ആളുകളുമായിരുന്നു ഈ കേസിൽ പ്രതികളായിട്ടുണ്ടായത്. എന്നാൽ ഇവർക്ക് നേരെ ഉണ്ടായ കേസുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി എല്ലാവരെയും മോചിപ്പിച്ചത്. പ്രതികളിൽ മറ്റു കേസുകളില്ലെങ്കിൽ അവർ എത്രയും വേഗം ജയിൽ മോചിതരാക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവരും ജയിൽ മോചിതരാകുകയും അവർ അവരുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. പിന്നാലെയായിരുന്നു മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ വിധി അത് ചില കേസുകൾ അല്ലെങ്കിൽ ചില ഹർജിക്കാരെ ഉൾപ്പെടെ ചില കേസുകൾ പരിഗണിക്കാതെയായിരുന്നു ഇത്തരമൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. അതുകൊണ്ട് ഇതിൽ സുപ്രീം കോടതി ഒരു ഇടപെടൽ ആവശ്യമാണ്. ഇത് സ്റ്റേ ചെയ്യണമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. ഒപ്പം സർക്കാർ തന്നെയായിരുന്നു പ്രതികളെ തിരികെ ജയിലിലേക്ക് അയക്കേണ്ട എന്നുള്ളൊരു തീരുമാനം കോടതി അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്യുകയും പ്രതികളോട് തിരികെ ജയിലിലേക്ക് പോകേണ്ട എന്നുള്ളൊരു കാര്യം അറിയിക്കുകയും ചെയ്തത്. ഈ കേസിൽ ഇപ്പോൾ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിന് മറുപടി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കും.